സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളത്തിന് ഇന്ന് ആദ്യ മത്സരം. ആസാമാണ് എതിരാളികൾ. ഉച്ചയ്ക്ക് 2:30 മണിക്ക് അരുണാചലിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കായിക വാർത്തകളൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായി പോകുന്നു എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതായത് എല്ലാ വാർത്തകളും ഉൾപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അതിപ്പോൾ നമ്മുടെ നാട്ടിലെ വാർത്തകളാണെങ്കിലും വിദേശ വാർത്തകളാണെങ്കിലും എല്ലാം തന്നെ ഉൾപ്പെടുത്തി സമഗ്രമായി പോകുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല അനിലെ, സാധാരണ രീതിയിൽ നമ്മളൊരു ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് ചേക്കേറുമ്പോഴേ ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. നമ്മൾ അറിയാതെ ഏഷ്യൻ ന്യൂസിൽ നിന്ന് അനിൽ വാസുദേവ് എന്ന് പറഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ, ചിലർക്ക് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ 24 നിന്ന് അനിൽ വാസുദേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെ, പറഞ്ഞു കഴിഞ്ഞു, 1-2 തവണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ പോലെ വർഷങ്ങളായി അത് പറഞ്ഞു ശീലിച്ചതിന്റെ ഓഡിയോ എടുക്കുമ്പോഴൊക്കെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു വഴിയുണ്ട്. രാത്രി 8 മണി മുതൽ 9:30 വരെ 1.5 മണിക്കൂർ നേരം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. 24 നിന്ന് അനിൽ വാസുദേവ്, 24 നിന്ന് അനിൽ വാസുദേവ്. ഓവർ ടു യു ഫോർ സ്പോർട്സ് ന്യൂസ്. ഓക്കെ, SKN സന്തോഷ് ട്രോഫിയിൽ ഇന്ന് കേരളത്തിന് ആദ്യ മത്സരമാണ്. സന്തോഷ് ട്രോഫിയുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരം. ഒരു സന്തോഷത്തോടെ തന്നെ കേരളം തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അസമാണ് എതിരാളികൾ. അവർ കരുത്തരാണ്. അവർ ഈ പ്രിലിമിനറി സ്റ്റേജിൽ 5-ൽ 5 മത്സരങ്ങളും അത് 15 ഗോൾ അടിച്ച് വലിയ രീതിയിൽ പെർഫോം ചെയ്തു വരുന്ന ഒരു ടീമാണ്. നമ്മുടെ കേരളവും ഒട്ടും മോശമല്ല. 4-ൽ 3 മത്സരമാണ് ജയിച്ചതെങ്കിൽ പോലും 14 ഗോൾ അടിച്ചു. വഴങ്ങിയത് ഒരു 2 ഗോളുകൾ മാത്രമാണ്. അങ്ങനെ ഒരു ആക്രമണ ഫുട്ബോൾ തന്നെയാണ് ഈ കേരളത്തിൻ്റെ മുഖമുദ്ര. 22-അംഗ ടീമുമായിട്ടാണ് കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ടീം അരുണാചലിലേക്ക് പോയത്. അരുണാചലിൻ്റെ പ്രത്യേകത, അവിടെ സാധാരണ നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടല്ല, ടർഫിലാണ് കളി. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഒരുപക്ഷെ കേരളം അടക്കമുള്ള ടീമുകൾക്കുണ്ടാവും. ഒപ്പം തന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടിയ സ്ഥലത്ത് കളിച്ച് പരിചയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നങ്ങൾ കേരളത്തിന് കണ്ടേക്കാം എന്ന് പരിശീലകൻ സദീവൻ ബാലൻ കഴിഞ്ഞ ദിവസം 24-നോടൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ മനക്കരുത്തും മനോബലവും ഒക്കെ കൊണ്ട് നമ്മളത് മറികടക്കും എന്ന് തന്നെയാണ് സദീവൻ ബാലനും ക്യാപ്റ്റൻ നിജോ ഗിൽബർട്ടും എല്ലാം 24-നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഒപ്പം തന്നെ വലിയ പ്രതീക്ഷയിലാണ്. ആക്രമണ ഫുട്ബോൾ കളിക്കുന്നു, അതുകൊണ്ട് തന്നെ വലിയ ഗോളിനൊരു പഞ്ഞം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരളം സന്തോഷത്തോടെ തുടങ്ങട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സന്തോഷ് ട്രോഫി ആദ്യമായി കേരളം നേടിയതിൻ്റെ 50-ാം വാർഷികമാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ 50-ാം വാർഷികത്തിൽ ഒരു കിരീടം കൂടെ കിട്ടുകയാണെങ്കിൽ ആ സന്തോഷം ഇരട്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 8-ാം കിരീടമാണ് കേരളത്തിൻ്റെ ലക്ഷ്യം. കഴിഞ്ഞ തവണ നമുക്ക് കിട്ടിയില്ല. അതിന് മുന്നത്തെ തവണയാണ് നമ്മൾ അവസാനമായി ചാമ്പ്യന്മാരായത്. നമ്മുടെ 7-ാം കിരീടം. അപ്പോൾ ഇത്തവണ 8-ാം കിരീടത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കാം. പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് കുറച്ച് കടുപ്പമേറിയതാണ്. അസമുണ്ട്, ആതിഥേയരായ അരുണാചലുണ്ട്, സർവീസസ് ഉണ്ട്, അങ്ങനെ വലിയ ടീമുകളുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ സമീപകാലത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഗംഭീര ടീമാണ്. അപ്പോൾ ഗംഭീര പെർഫോമൻസ് തന്നെ നമ്മൾ കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ സന്തോഷത്തോടു തന്നെ കേരളം ഇന്ന് സന്തോഷ് ട്രോഫിയിൽ തുടങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.